ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ലാലേട്ടന് അവാർഡ് കിട്ടിയ കാര്യം എല്ലാവർക്കും അറിയാലോ. എന്താ അവാർഡ് കിട്ടിയത്? ദാദാ സാഹേബ് അവാർഡ് ലാലേട്ടന് കിട്ടി. കൺഗ്രാജുലേഷൻ ലാലേട്ടൻ. എനിക്കും ചാനൽ വഴി ലാലേട്ടന് വിഷയം പറ്റിയത് വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നു. എനിക്കും ഇങ്ങനെ വിഷയം പറ്റിയല്ലോ, ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ലാലേട്ടൻ. ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടനെ എല്ലാവരും നന്നായിട്ട് അപ്രിസിയേറ്റ് ചെയ്തു. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേക്ക് കട്ടിംഗ് ഒക്കെ കാണാൻ. പിന്നെ ബിഗ് ബോസ് ടീമിൻ്റെ ഹെഡും നമ്മുടെ ചാനൽ ഹെഡ് എല്ലാവരും വന്നിട്ട് ലാലേട്ടനെ എല്ലാവരും നന്നായിട്ട് ലാലേട്ടനെ കുറിച്ചിട്ട് വിഷ് ചെയ്തു. പിന്നെ ലാലേട്ടന് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു. നന്നായിരുന്നു എല്ലാം കാണാൻ. നിലത്തെ ലാലേട്ടൻ്റെ നിൽക്കലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, നമ്മളറിയാണ്ട് നമുക്കൊരു നല്ല ഫീൽ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതുമേ ലാലേട്ടൻ പറയണം, എൻ്റെ പിള്ളേരോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന്. അയ്യോ, ഹൗസ് മേറ്റ്സ് ഉള്ളവർക്ക് ഇത് കേട്ടതുമേ അത്ര സന്തോഷം. ഞങ്ങളെ കുറിച്ചിട്ട് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നുവല്ലോ എന്ന് തോന്നിയിട്ട് അവർക്ക് അത്രയും അഭിമാനം അവർക്ക്. അയ്യോ, ഞങ്ങളിങ്ങനെ പറഞ്ഞുവല്ലോ എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് എല്ലാവരും അത് കാണുന്നത്. അത് സത്യം തന്നെയല്ലേ ഈ ഒരു വാക്ക് കേൾക്കുന്നത്. പിന്നെ ഹൗസ് മേറ്റ്സിൽ എല്ലാവരോടും ലാലേട്ടനെ കുറിച്ചിട്ട് എല്ലാവരും വിഷ് ചെയ്തു. അവരവരുടേതായ കുട്ടിക്കാലത്തുള്ള തൊട്ടുള്ള ഓരോരോ ഓർമ്മകളും ലാലേട്ടനോട് പറഞ്ഞു. എല്ലാവരോടും കേൾക്കാൻ, എല്ലാവരെയും ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് എന്തൊരു നന്നായിരുന്നു അറിയോ ഇന്നലെ കേൾക്കുമ്പോൾ. നിങ്ങളുടേതായ ലാലേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളുടെ ഫേവറേറ്റ് മൂവി എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഇട്ടുള്ളൂ. പിന്നെ ബോട്ടിൽ ടാസ്ക് കൊളാക്കിയല്ലോ, അത് ലാലേട്ടൻ പ്രത്യേകം എടുത്ത് അവിടെ പറഞ്ഞു. ഏത് ടാസ്ക് കൊടുത്താലും ഇങ്ങനെ കുളമാക്കും എന്നാണ് ഈ സീസണിലുള്ളവർ ചെയ്യുന്നത്. എന്ത് ടാസ്ക് കൊടുത്താലും ശരി, ഇവർക്ക് കുളമാക്കാൻ പിന്നെ എളുപ്പമാണല്ലോ ഈ സീസണിലുള്ളവർക്കൊക്കെ. അയ്യോ, അത് വലിയൊരു മിടുക്കാണ് അവർക്ക്. പിന്നെ അനീഷിനോട് ചോദിച്ചു, അനീഷ് നിങ്ങളുടെ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ നിറയെ കുളമുണ്ടോ, അതുകൊണ്ടാണോ അനീഷ് ഇത്രത്തോളം കുളമാക്കിയതെന്ന് ചോദിച്ചു അനീഷിനോട്. അനീഷ് ഫസ്റ്റ് മനസ്സിലായില്ല, പിന്നെ ഓരോന്ന് ഇങ്ങനെ വിവരിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും മിണ്ടുന്നില്ല അനീഷ്. നെവിനോട് ചോദിച്ചു, നെവിൻ 7 സീസണിലും 50 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാവരും പാതിയാണാവുക, നെവിൻ മാത്രം നല്ലോണം തടിച്ചു. എന്താ നെവിൻ എന്നുള്ളതിൽ ചോദിച്ചു. നെവിൻ ഒന്നും മണ്ടില്ല, അങ്ങനെ കാണിച്ചിട്ട് നിൽക്കുമല്ലോ നെവിന്. പിന്നെ ബിന്നി അഭിലാഷ് ഒന്നിയിലും ചേർന്നിട്ട് ജിസൈലിനെ ആര്യനെയും കുറിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിനെയൊക്കെ കുറിച്ചിട്ട് ലാലേട്ടൻ വീഡിയോ ഇട്ടിട്ട് കാണിച്ചു. ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ്ങാണ്. ആ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഓരോരുത്തരോട് ഒപ്പീനിയൻ ചോദിച്ചു. ഇത് രണ്ടുപേരും ചേർന്നിട്ടേ കിടക്കുള്ളൂ, ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ രണ്ടുപേരും ഒന്നിച്ചിട്ടേ കിടക്കുള്ളൂ. അത് ഓരോരുത്തരും ഒപ്പീനിയൻ പറഞ്ഞ് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്, നമുക്കതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതും ഉണ്ട് ഒപ്പീനിയൻ. പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ ആയ അവസ്ഥയ്ക്ക് ഇങ്ങനെ കിടക്കണതും ഒക്കെ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നന്നായിരിക്കും. ഇത്രയും വലിയ ഷോ അല്ലേ എന്നുള്ളതും ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഉണ്ട്. ഇന്നലെ ഓരോരുത്തരോടും ചോദിച്ചു, ഒപ്പീനിയൻ ചോദിച്ചു. ഇവർ രണ്ടുപേരെയും ബോണ്ടിങ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മുഴുവൻ ലാലേട്ടന് കിട്ടിയ ഫംഗ്ഷൻ്റെ ലാലേട്ടന് കിട്ടിയ അവാർഡിൻ്റെ ഫംഗ്ഷനില്ലേ, അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇന്നലെ കാണിച്ചത്. അതുകൊണ്ട് ഇന്നലെ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് എവിക്ഷൻ. ഇന്ന് ആര് പോകുമെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.